അപ്പോൾ ഇത് ഈ പറയുന്ന അമേരിക്കൻ നാഷണൽസിൻ്റെ വരവ്, ഇങ്ങനെയൊക്കെയുള്ള പലയിടത്തും ചെറിയ ചെറിയ കലാപങ്ങൾ, ഐ ലവ് മുഹമ്മദ് എന്നുള്ള ക്യാമ്പയിൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഐ ലവ് മുഹമ്മദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ആള് അതൊരു ഇസ്ലാം മത വിശ്വാസിയാണോ എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ പ്രവാചകൻ ശ്രീ മുഹമ്മദ് നബിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ PBUH, അല്ല അറബിയിലാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അതല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിലാണെങ്കിൽ നബി എന്നെങ്കിലും പറയണം. ഐ ലവ് മുഹമ്മദിന് ഏത് ഇസ്ലാം മത വിശ്വാസിയാണ് എഴുതുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫസ്റ്റ് നെയിം ബേസിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരാണ്. അതൊരു അമേരിക്കൻ കൾച്ചറാണ്. ഐ ലവ് മുഹമ്മദ് എന്ന് മാത്രം ഒരാൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായ കൂട്ടുകാരനായിട്ടുള്ളൊരു മുഹമ്മദിൻ്റെ പേരായിരിക്കുള്ളൂ. ഇസ്ലാം മതത്തിലെ പ്രവാചകനായ മുഹമ്മദ് നബിയെ പറ്റി, ആ മതത്തിനെ പറ്റി അറിവുള്ള ഒരാൾ പോലും ഐ ലവ് മുഹമ്മദ് എഴുതി വെക്കില്ല. അതൊരു ബ്ലാസ്ഫെമിയാണ്. അതെ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അല്ല, അതൊരു അമേരിക്കൻ, ഞാൻ വിചാരിക്കുന്നത് ഈ ഫസ്റ്റ് നെയിം ബേസിസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു അമേരിക്കൻ കൾച്ചറാണെന്നേ ഞാൻ പറയും. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. അതെ, ചുരുക്കം പറഞ്ഞാൽ അമേരിക്ക അതിൻ്റെ നീരാളിക്കൈകൾ പലയിടത്തേക്കുമൊക്കെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടി. അല്ല, നമ്മൾ ലഡാക്കിൽ എന്താ സംഭവിച്ചത്? ഒറ്റയടിക്കാതെ തീർന്നില്ലേ? 3-4 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്തു. ആദ്യം കലാപം അടിച്ചമർത്തി. അത് കഴിയുമ്പോഴത്തേക്കും CRPF കോർഡൺ ഇട്ടു. ആ മൊത്തം പെരിമീറ്റർ കോർഡൺ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഓരോ ഡോറ് കയറി ഇറങ്ങി പൊക്കണ്ടവനെ പൊക്കി. ഓരോ ഡോറ് കയറി ഇറങ്ങി പൊക്കി. അപ്പുറത്ത് അടുത്തത് മറ്റേ ബറേലിയിൽ അട്ടി എന്ന് പറയാൻ നല്ല അട്ടിയിട്ട്. ഇനി അടുത്തത് എന്താ സംഭവിക്കാൻ പോകുന്നത്? കാരണം ഇപ്പോഴത്തെ സിനാരി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ശക്തിയുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇനിയിപ്പം നടക്കാനുണ്ടാവും. അടുത്ത് നോൺ BJP സ്റ്റേറ്റിലാണ് നടക്കാൻ പോകുന്നത്. അവിടെ ആഭ്യന്തരം വകുപ്പ് കാര്യമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത് കത്തും, തലോടി വിടും. ഇതിനെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ മുളയിലെ നുള്ളിയാലല്ലേ. ഇപ്പം ബാക്കി എല്ലായിടത്തും മുളയിലെ നുള്ളി വിടുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം തീരുന്നത്. മുളയിലെ നുള്ളിയാലല്ലേ പ്രശ്നം ആകാതിരിക്കുള്ളൂ. മുളയിലെ നുള്ളിയില്ലെങ്കിലോ കാട്ടുതീയായിട്ട് കത്തിക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. കഥ കണ്ടു. ബംഗാൾ നോക്കിക്കോ, വാച്ച് ബംഗാൾ. വലിയ താമസമില്ല, ബംഗാളിൽ വരുത്, അന്ന് നമുക്ക് കാണാം. എന്തായാലും ഒരു പൗരന്മാരെന്നുള്ള നിലയിൽ, ഭാരതത്തിൻ്റെ പൗരന്മാരെന്നുള്ള നിലയിൽ ഇങ്ങനെയുള്ള ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിരിക്കുക എന്നുള്ളതാണ് ഒരു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഭാരതത്തെ ഈ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ്, റെജീം ചേഞ്ച്, ഇതൊക്കെ കഴിഞ്ഞ കുറെ കൊല്ലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് ആക്റ്റീവായിട്ടൊരു ചർച്ചയായിട്ട് മാറി വരുന്നത്. അതാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം. എന്തായാലും ചർച്ചകൾ കൂടുതൽ വരുമ്പോഴാണല്ലോ പൊതുജനങ്ങളിലേക്ക് അത് എത്തുന്നതും അതൊരു ഒരു ജാഗ്രത അവിടെ ഉണ്ടാകുന്നതും. ജാഗ്രത വേണം, ഭയം വേണ്ട, ജാഗ്രത മതി.